അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ നോക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ പാർട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പ് തന്നിരിക്കുന്ന നോട്ടുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഫ്രാക്ഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന കേസിലെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ മീറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. കൺസെപ്റ്റ് മാത്രം കുട്ടികൾക്ക് ക്ലിയർ ആക്കിയാൽ മതി. നമ്മളതെല്ലാം മീറ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. ക്വസ്റ്റ്യനും നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയിട്ടുണ്ടാവണം. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, എപ്പോഴാണ് ഈ ഫ്രാക്ഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് വരിക സംഭവിക്കുക? ഡിബഞ്ചേഴ്സ് ഇഷ്യൂ നടത്തുന്നത് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന സിറ്റുവേഷനിലാണ്, നമുക്ക് ആ സാഹചര്യങ്ങളിലാണ് ഫ്രാക്ഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, മുമ്പ് നമ്മൾ പഠിച്ചിട്ടില്ലേ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിൽ എങ്ങനെയാണ് എൻട്രീസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. കുറേ പ്രോബ്ലമൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രോബ്ലം നമുക്കൊന്ന് വായിച്ച് നോക്കാം. എക്സ് ലിമിറ്റഡ് ഒരു കമ്പനി പർച്ചേസ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ഫോർ rupees 11 lakh, payable rupees 1 lakh 2,000 in cash and balance by issue of 8% debentures of rupees 100 each at a discount of 10% in full satisfaction. എന്തായാലും അർത്ഥം, എക്സ് ലിമിറ്റഡ് പറയുന്ന ഒരു കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഏതോ ഒരു ബിസിനസ്സിന്, ഒരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, വേറൊരു കമ്പനീനെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എത്ര രൂപയ്ക്കാണ് മക്കളെ? 11 ലാഖിന് അല്ലേ. അപ്പോൾ 11 ലാഖ് എന്ന് പറയുന്നതാണ് എന്ത്? പർച്ചേസ് കൺസിഡറേഷൻ. നമുക്കറിയാം, മുമ്പ് നമ്മൾ പഠിച്ചതാണ്. 11 ലാഖാണ് പർച്ചേസ് കൺസിഡറേഷൻ. 11 ലാഖ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ 11 ലാഖ് എങ്ങനെ കൊടുക്കുന്നത്? പേയബിൾ 1,02,000 ഇൻ ക്യാഷ്. ഈ 11 ലക്ഷത്തിൽ 1,02,000 രൂപ എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. ആൻഡ് ബാലൻസ് ബൈ ഇഷ്യൂ ഓഫ് 8% ഡിബഞ്ചേഴ്സ് ഓഫ് rupees 100 each. ഈ 11 ലക്ഷത്തിൽ 1,02,000 ക്യാഷ് ആയിട്ട് കൊടുത്തു. ബാക്കിയുള്ള എമൗണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത്? 8% ഡിബഞ്ചേഴ്സ് ആയിട്ടാണ് ഇഷ്യൂ നടത്തുന്നത്. ആ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 100 രൂപ കേട്ടോ. 100 രൂപേൻ്റെ ഫേസ് വാല്യൂ. ആ ഇഷ്യൂ നടത്തുന്നത് 10% ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, ആ എമൗണ്ടിന് ഫുൾ സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ഡിബഞ്ചേഴ്സാണ് അവിടെ ഇഷ്യൂ നടത്തുന്നത്. അതാണ് മീനിങ് എന്ന് പറയാം മക്കളെ. അപ്പോൾ ഒറ്റ സെൻറ്റൻസ് ഉള്ളൂ. അപ്പോൾ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി വേറെ ഏതോ ഒരു കമ്പനിയുടെ ബിസിനസ്സിനെ ഏറ്റെടുക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വൈ ലിമിറ്റഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം കേട്ടോ. ഒരു എസ്റ്റാബ്ലിഷ് ക്വസ്റ്റ്യൻ അങ്ങനെ പറയുന്നൊന്നുമില്ല, നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ബിസിനസ് 11 ലക്ഷം രൂപയ്ക്കാണ് ആരെടുക്കുന്നത്? 11 ലാഖാണ് ആരേറ്റെടുക്കുന്നത്? എക്സ് ലിമിറ്റഡ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈ 11 ലക്ഷം രൂപ എന്ത് ചെയ്യണം? എക്സ് ലിമിറ്റഡ് ഈ ഒരു കമ്പനിക്ക് കൊടുക്കണമല്ലോ മക്കളെ. അങ്ങനെ 11 ലക്ഷം കൊടുക്കുന്നതിൽ എന്താ എക്സ് ലിമിറ്റഡ് ചെയ്യുന്നത്? 1,02,000 രൂപ എന്ന് പറയുന്നത് എന്തായിട്ട് കൊടുക്കുന്നു? ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. ബാലൻസ് എമൗണ്ട് ഡിബഞ്ചേഴ്സ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബാലൻസ് എമൗണ്ട് എത്രയെന്ന് കണ്ടുപിടിക്കണം. അതോടൊപ്പം തന്നെ എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഒന്നും തന്നിട്ടില്ല. എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് കണ്ടുപിടിക്കണം. ഇനി ഫ്രാക്ഷൻ ഉണ്ടോ നോക്കണം. ഫ്രാക്ഷൻ ഉണ്ടാവും, നമ്മുടെ പ്രോബ്ലം ആണല്ലോ. അപ്പോൾ ഫ്രാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടുണ്ടാകും. മുമ്പ് നമ്മൾ മീറ്റിൽ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഫ്രാക്ഷൻ സംഭവിക്കുക എന്നുണ്ടെങ്കിൽ അവിടെ ആ എത്രയാണോ ഫ്രാക്ഷൻ, ഡിബഞ്ചറിൻ്റെ ഫ്രാക്ഷൻ വരുന്നത് അത്രയും എമൗണ്ട് നമ്മൾ ക്യാഷ് ആയിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. മക്കളെ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുക. അപ്പോൾ അവിടെ ആ ഒരു അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റും കൂടി നമ്മൾ നടത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ബിസിനസ് ഏറ്റെടുക്കുന്നുണ്ട് അല്ലേ മക്കളെ. അപ്പോൾ ബിസിനസ് ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ ആ കമ്പനിയിലെ എക്സ് ലിമിറ്റഡ് വേറെ കമ്പനിയുടെ ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ ആ ഏറ്റെടുക്കുന്ന എൻട്രിയാണ് നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് അസറ്റും ലയബിലിറ്റീസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് അസറ്റ് എത്ര, ലയബിലിറ്റീസ് എത്രയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ബിസിനസ് പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബിസിനസ് പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വെൻഡർ കമ്പനി നമുക്ക് ക്രെഡിറ്റും ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ആ മറ്റൊരു കമ്പനീനെ ഏറ്റെടുക്കുകയാണല്ലോ മക്കളെ. അപ്പോൾ വെൻഡർ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? വേറൊരു കമ്പനിയാണ്. നമ്മൾ വൈ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു പേരൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വെൻഡർ കമ്പനി അക്കൗണ്ട് തന്നെ എഴുതാം. ഓക്കെ, വെൻഡർ അക്കൗണ്ട് തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എൻട്രി എന്താ വരിക? എഴുതും മക്കളെ. ഫസ്റ്റ് എൻട്രി ബിസിനസ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വെൻഡർ അക്കൗണ്ട്. ഓക്കെ, എത്ര രൂപയാണ് പറയുന്നത്? 11 ലാഖ് അല്ലേ, 11 ലക്ഷം അല്ലേ. അപ്പോൾ 11 lakh പർച്ചേസ് കൺസിഡറേഷൻ 11 lakh.
Okay, 11 lakh. Right on the narration. Purchase of business. ഇവിടെ വെൻഡർ കമ്പനി തരാത്തതുകൊണ്ട് അവൻ്റെ പേര് ചെയ്താണ്ടുന്നത് purchase of business and consideration payable to ആർക്ക് കൊടുക്കുന്നത്? വെൻഡറിന്. വെൻഡർ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്തു. മനസ്സിലായോ? ഇനി അടുത്ത എൻട്രി നമുക്ക് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അടുത്ത എൻട്രി എന്ന് പറയുന്നത് 11 ലക്ഷമാണ് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതെങ്ങനെയാണ് കൊടുക്കുക അല്ലേ? ഇതെങ്ങനെ നമ്മൾ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 11 ലക്ഷത്തിൽ 11 ലാക്കിൽ 1,02,000 ക്യാഷ് ആയിട്ടാണ്, ബാലൻസ് ആണ് ഡിബഞ്ചേഴ്സ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 1,02,000 രൂപ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിൻ്റെ എൻട്രിയാണ് നമ്മൾ അടുത്ത് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കലി ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുന്നു, വെൻഡർ അക്കൗണ്ടിന് ഡെബിറ്റും ചെയ്യുന്നു. സോ വെൻഡർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, പേയ്മെൻ്റ് അല്ലേ, ടു ബാങ്ക് അക്കൗണ്ട്. എത്ര രൂപയാണ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത്? 1,02,000. 1,02,000. ദാറ്റ് ഈസ് ടോട്ടൽ 11 ലാക്ക് ആണെങ്കിൽ പാർട്ട് കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പാർട്ട്ലി ആയിട്ട് ക്യാഷ് പേ ചെയ്തെന്ന് നറേഷൻ ചെയ്താൻ പറ്റുള്ളൂ. പാർട്ട് പേയ്മെൻറ്റ് മെയ്ഡ് ഇൻ ക്യാഷ് ടു വെൻഡർ. ഓക്കെ, അത് വരും 2 എൻട്രി. ഓക്കെ മക്കളെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്തത് എഴുതാനുള്ളത്, നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഡിബഞ്ചേഴ്സ് എത്രയാണ് ഇഷ്യൂ നടത്തുന്നത്, ഇനി ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അതിനെയും കൂടി ചേർത്തുള്ള അക്കൗണ്ട് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ഇനി ഒന്ന് ശ്രദ്ധിക്കുക. ടോട്ടൽ എഗെയിൻ ഒന്നും കൂടി പറയാം. 11 ലാക്കാണ് പർച്ചേസ് കൺസിഡറേഷൻ. ഈ 11 ലാക്ക് പർച്ചേസ് കൺസിഡറേഷനിൽ 1,02,000 എന്തായിട്ട് പോയി? ക്യാഷ് ആയിട്ട് കൊടുത്തു. ഇനി ബാലൻസ് നമുക്ക് എത്രയാണ് കൊടുക്കാനുള്ളത് നോക്കാം. അതിനെന്ത് ചെയ്താൽ മതി? 11 ലാക്ക് മൈനസ് 1,02,000 ചെയ്താൽ പോരെ. ബാക്കി എത്ര കൊടുക്കാണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് ഇത്രയും പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 11 ലാക്ക് മൈനസ് 1,02,000 ചെയ്യുമ്പോൾ നമുക്ക് 9,98,000 കിട്ടും കേട്ടോ മക്കളെ. 9,98,000 രൂപയാണ് ആർക്കിന് കൊടുക്കേണ്ടത്? വെൻഡർ കമ്പനിക്ക് നമ്മുടെ എക്സ് ലിമിറ്റഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കൊടുക്കുന്നത് ഇത്രയും എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ഡിബഞ്ചേഴ്സാണ് കമ്പനി ഇഷ്യൂ നടത്തുന്നത്. ഓക്കെ, ഡിബഞ്ചേഴ്സാണ് ഇഷ്യൂ നടത്തുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഡിബഞ്ചേഴ്സ് ഇത്രയും എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ് ആർക്ക് ഇഷ്യൂ നടത്തണം? എക്സ് ലിമിറ്റഡ് വെൻഡർ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യണം. അത് ഇഷ്യൂ നടത്തുന്നത് എങ്ങനെയാണ് ഒന്ന് നോക്കിയേ. 10% ഡിസ്കൗണ്ടിൽ. ഫേസ് വാല്യൂ 100 തന്നിട്ടുണ്ട്, പക്ഷേ എത്ര രൂപയ്ക്ക് എന്താ പറയുന്നത് ഇവിടെ? 10% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ നടത്തുന്നത്. ഓക്കെ മക്കളെ, 10% ഡിസ്കൗണ്ടിലാണ്. അപ്പോൾ എത്രയായിരിക്കും ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത്? 90 ആയിരിക്കില്ലേ? ഓക്കെ, 100 ആണ് ഫേസ് വാല്യൂ, അതിൻ്റെ 10% എന്ന് പറയുന്നത് 10 രൂപ. അപ്പോൾ ബാലൻസ് 100 മൈനസ് 10 ദാറ്റ് ഈസ് 90. മക്കൾ ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 90 ആയിരിക്കും. ഓക്കെ, ഫേസ് വാല്യൂ അല്ല, പാറിലല്ല, ഡിസ്കൗണ്ടിലാണ് ഇവിടെ ഇഷ്യൂ നടത്തുന്നത്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സിന് ഇഷ്യൂ ചെയ്യാൻ നമ്മൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? അന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? എമൗണ്ട് പേയബിൾ ടു വെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ് വാല്യൂ മൈനസ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ താഴെ ചെയ്യാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ബാലൻസ് കമ്പനിക്ക് കൊടുക്കാനുള്ളത് 9,98,000 ആണ്. 9,98,000 ഡിവൈഡഡ് ബൈ 100 മൈനസ് 10 ദാറ്റ് ഈസ് എമൗണ്ട് പേയബിൾ ഡിവൈഡ് ബൈ ഫേസ് വാല്യൂ മൈനസ് ഡിസ്കൗണ്ട് ഇസ് 9,98,000 ഡിവൈഡഡ് ബൈ 90. എത്ര കിട്ടും? 9,98,000 ഡിവൈഡഡ് ബൈ 90 ചെയ്യുമ്പോൾ നമുക്ക് 11,88,88 അല്ലേ മക്കളെ? 11,088.88 വന്ന് കണ്ട. അപ്പോൾ എന്ത് സംഭവിച്ചു? ഡിബഞ്ചറിന് ഫ്രാക്ഷൻ വന്നില്ലേ? 0.88 എന്നൊക്കെ വന്നില്ലേ മക്കളെ? ഫുൾ ഡിബഞ്ചർ ആയിട്ടല്ലല്ലോ. അപ്പോൾ ഡിബഞ്ചേഴ്സിന് ഫ്രാക്ഷനാണ് സംഭവിച്ചിരിക്കുന്നത്. ഡിബഞ്ചേഴ്സിൻ്റെ ഫ്രാക്ഷൻ വന്നു. എത്രയാണ്? 0.88 അല്ലേ? 0.88 ആണ് നമുക്കിനി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്.
ഓക്കെ. അപ്പോൾ ഈ 0.88 ഡിബഞ്ചേഴ്സ് നമുക്ക് ഒരിക്കലും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് എത്രയാണ് ഇഷ്യൂ ചെയ്യുന്നുള്ളതാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് എത്രയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ 11,088.88 ഡിബഞ്ചേഴ്സ് ആയിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. 11,088 ഡിബഞ്ചേഴ്സ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് 0.88 ഡിബഞ്ചേഴ്സ് വേണം നമുക്ക് ഒരിക്കലും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 0.88ൻ്റെ എത്രയാണ് എമൗണ്ട്, ആ എമൗണ്ട് നമ്മൾ ക്യാഷ് ആയിട്ടാണ് സെറ്റിൽ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയ മക്കളെ? ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ എത്ര 0.88 ആണ് മക്കളെ ഫ്രാക്ഷൻ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എമൗണ്ട് എങ്ങനെ കൊടുക്കാമെന്ന് കമ്പ്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് 11,088 ആണ്. 0.88 അവിടെ ഫ്രാക്ഷൻ വന്നു. 0.8 എടുത്താൽ മതി. അപ്പോൾ ഈ 11,088ന് എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എമൗണ്ട് കണ്ടുപിടിക്കാം? 11,088 × 90 ഡിസ്കൗണ്ടിലാണ്. എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലേ ഇഷ്യൂ ചെയ്യുന്നത്, അപ്പോൾ ഡിസ്കൗണ്ടിലാണ്. 11,088 × 90 ചെയ്ത് എത്ര കിട്ടും? 11,088 × 90 ചെയ്ത് കഴിഞ്ഞാൽ 9,97,920 കിട്ടും അല്ലേ മക്കളെ. അപ്പോൾ അത്രയും എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ഡിബഞ്ചേഴ്സാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഫ്രാക്ഷനെ നമ്മൾ അങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക. 0.8 × ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. ഫേസ് വാല്യൂ എത്രയാണ് എമൗണ്ട്, ആ ഫ്രാക്ഷൻ എമൗണ്ട് ഫേസ് വാല്യൂവിൽ പേയ്മെൻറ്റ് നടത്തുന്നു. സോ 0.8 × 100 ചെയ്യുമ്പോൾ 80. ഓക്കെ, 80 റുപ്പീസ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ 0.88 ഡിബഞ്ചേഴ്സിൻ്റെ വാല്യൂ ആയിട്ട് 80 രൂപ ക്യാഷ് ആയിട്ട് തന്നെ ആ വെൻഡർ കമ്പനിക്ക് നമ്മുടെ എക്സ് ലിമിറ്റഡ് പേയ്മെൻറ്റ് നടത്തുന്നു. ക്ലിയർ ആയ മക്കളെ? അപ്പോൾ ഈ 80ൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും കൂടി ബാങ്ക് അക്കൗണ്ടിനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, 80 രൂപ ക്യാഷിൻ്റെ ആ പേയ്മെൻറ്റും കൂടി നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രാക്ഷൻ്റെ എമൗണ്ട് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ, വെൻഡർ കമ്പനിക്ക് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട് 9,98,000 ആണ്. 9,98,000 ആണ്. ഇഷ്യൂ പ്രൈസോ, ഡിബഞ്ചേഴ്സിൻ്റെ ഇഷ്യൂ പ്രൈസ് നമ്മളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത് 9,97,920 ആണ്. 100 ഡിഡക്റ്റ് ചെയ്ത് എത്ര കിട്ടും? 80 കിട്ടില്ലേ? അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. മറ്റൊരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, എമൗണ്ട് കൊടുക്കാനുള്ളത് ഡിബഞ്ചേഴ്സിന് ഇത്ര എമൗണ്ട് കൊടുക്കണം ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട്. സോ അതിന് ഇഷ്യൂ പ്രൈസ് ആയിട്ടുള്ള 9,97,920 ഡിഡക്റ്റ് ചെയ്താൽ ബാക്കി 80 കിട്ടും. ആ 80 ആണ് ഫ്രാക്ഷനായിട്ട് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് എൻട്രി റെക്കോർഡ് ചെയ്താലോ മക്കളെ? സോ നമുക്ക് ഇനി ഇഷ്യൂ നടത്തുന്ന സമയത്ത് ഡിബഞ്ചേഴ്സ് എത്രയാണ്, എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു, ഫ്രാക്ഷൻ്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇനി ഇഷ്യൂ നടത്തുന്നതും അതേപോലെ തന്നെ ഫ്രാക്ഷൻ്റെ പേയ്മെൻറ്റും കൂടി ചേർത്തിട്ടുള്ള കമ്പൈൻഡ് എൻട്രി ചെയ്താൽ. ഇവിടെ ഇഷ്യൂ നടത്തുന്നത് ഡിസ്കൗണ്ടിലാണ്, അതുകൊണ്ട് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിസ്കൗണ്ട് അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ആ ലോസ് എമൗണ്ട്, ക്യാപിറ്റൽ ലോസ് എമൗണ്ട് നമ്മളിവിടെ ആ ഡിസ്കൗണ്ട് എമൗണ്ടിനെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ അന്ന് എഴുതിയതാണ്, മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. സോ വെൻഡർ അക്കൗണ്ട് ഡെപ്റ്റർ, ദെൻ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എത്ര % ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ നടത്തുന്നത്? 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ഇവിടെ ഫ്രാക്ഷൻ ഡിബഞ്ചേഴ്സ് പേ ചെയ്യാൻ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ഇരിക്കുള്ളൂ, ഫ്രാക്ഷൻ ഡിബഞ്ചർ. ഓക്കെ മക്കളെ, അപ്പോൾ വെൻഡർ കമ്പനിക്ക് മൊത്തം നമുക്ക് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് 9,98,000 ആണ് പേ ചെയ്യാനുള്ളത്. ആ എമൗണ്ട് ആണ് വെൻഡർ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്, 9,98,000. ദെൻ ഇനി മറ്റൊരു കാര്യം, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകേണ്ട എമൗണ്ടുകളാണ്. അപ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് മക്കളെ എമൗണ്ട് പോകുന്നത്? എത്രയാണോ ആ നോമിനൽ വാല്യൂ, ആ എമൗണ്ട് ആണ് 8% ഡിബഞ്ചേഴ്സിലേക്ക് പോവുക. അപ്പോൾ ടോട്ടൽ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് ഇഷ്യൂ ചെയ്യേണ്ട ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് 11,088 ആണ്. സോ 11,088 × 100 അല്ലേ, നോമിനൽ വാല്യൂ എത്ര കിട്ടും? 11,800 8,800 100 അല്ല അവിടെ. സോ 11,08,800 ആണ് ടോട്ടൽ എമൗണ്ട് വരിക. സോ ആ നോമിനൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 11,08,800.
ഓക്കെ. ദെൻ ഇനി ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫ്രാക്ഷൻ, ഡിബഞ്ചേഴ്സിൻ്റെ ഫ്രാക്ഷനാണ് നമ്മൾ എവിടെ കാണിക്കുക? ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കുക. എത്ര രൂപയാണ്? 80 അല്ല കമ്പ്യൂട്ട് ചെയ്തത്? 80. സോ ബാങ്ക് അക്കൗണ്ടിൽ 80. ഇനി ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് എത്രയാണ് ഡിസ്കൗണ്ട് എമൗണ്ട് എന്നുള്ളതാണ്. സോ ടോട്ടൽ ഡിസ്കൗണ്ട് എമൗണ്ട് നമുക്ക് വരുന്നത് 10% ആണ് അല്ലേ? 11,08,800ൻ്റെ 10% ആണ് എമൗണ്ട് നമുക്ക് വരിക. സോ 10% എന്ന് പറയുമ്പോൾ 11,880 അല്ലേ? ഇതിൻ്റെ 10% ഡിസ്കൗണ്ട് 10% അല്ലേ? 11,880. അല്ലെങ്കിൽ അതിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്താലും മതി കേട്ടോ. ഇവിടെ നമുക്ക് എമൗണ്ട് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി. സോ നമുക്കിനി എൻ്റെ നെറേഷൻ എഴുതാം. നെറേഷൻ എന്താ വരിക? താഴെ ഇവിടെ അപ്പുറത്ത് എഴുതാം കേട്ടോ നെറേഷൻ. നിങ്ങൾ അവിടെ എൻട്രി അവിടെ എഴുതിയാൽ മതി. ഇഷ്യൂ ഓഫ് 11,088 8% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each at a 10% discount and ₹80 paid in cash for fraction of debentures. ഓക്കെ, അപ്പോൾ ക്ലോസ് ചെയ്യാം എൻട്രി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ എങ്ങനെയാണ് എമൗണ്ട് വന്നതെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെൻഡർ അക്കൗണ്ടിൻ്റെ എമൗണ്ട് നോക്കുക. പർച്ചേസ് കൺസിഡറേഷൻ പേയ്മെൻറ്റ് ഡ്യൂ ആവുന്ന സമയത്തിൽ എൻട്രി നോക്കുക. ക്യാഷ് ആയിട്ട് എത്ര കൊടുക്കുന്നു, അതുപോലെ തന്നെ ബാലൻസ് ഡിബഞ്ചേഴ്സ് ആയിട്ട് എത്രയാണ് ഇഷ്യൂ ചെയ്യുന്നതും കൂടി നോക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. സിമ്പിൾ പ്രോബ്ലം ആണ്. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക്